ഇന്ന് നമ്മളോട് കൂടെയുള്ളത് അൽമാസിലെ പ്രശസ്തനായ ഓർത്തോപെഡിക് സ്പൈൻ സർജൻ ഡോക്ടർ നസീഫാണ്. ഡോക്ടർ നസീഫ് എങ്ങനെയാണ് സ്പൈൻ സർജറി അല്ലെങ്കിൽ നട്ടെല്ലിനുള്ള ശസ്ത്രക്രിയ എൻഡോസ്കോപ്പിക്കലി ചെയ്യാം എന്ന് അദ്ദേഹം വിശദീകരിക്കുക. സാധാരണ നട്ടെല്ലിൻ്റെ ഓപ്പറേഷൻ അത് എൻഡോസ്കോപ്പിക് സർജറി എന്ന് പറയുമ്പോൾ അത് നട്ടെല്ലിൻ്റെ സാധാരണ ഓപ്പറേഷനിൽ നിന്ന് എങ്ങനെയാണ് ഫുൾ എൻഡോസ്കോപ്പിക് സർജറി വ്യത്യസ്തമാകുന്നത്? വ്യത്യാസം എന്ന് വെച്ചാൽ നമ്മുടെ സർജറി ചെയ്യുമ്പോൾ സാധാരണ ഉണ്ടാക്കുന്ന മുറിവുകളുള്ള വ്യത്യാസമാണ് ഒന്നാമത്തായിട്ടുള്ളത്. സാധാരണ ഒരു സ്പൈൻ സർജറിക്ക് നമ്മൾ മസിലുകൾ കട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്, എല്ലുകൾ കട്ട് ചെയ്യേണ്ടതായിട്ട്, ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്പൈനൽ കോഡിലോട്ടും ഡിസ്കിലോട്ടും എത്തുന്നത്. എൻഡോസ്കോപ്പിയിൽ നമ്മൾ ആകെ ഉണ്ടാക്കുന്നത് ഒരു സെൻറ്റിമീറ്റർ താഴെ മാത്രമുള്ളൊരു മുറിവാണ്. അതിലൂടെ നമ്മുടെ മൈക്രോ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്, നമുക്ക് ഡയലേറ്റേഴ്സ് എന്ന് പറയും. ഇത് നമ്മൾ മസിലിനെ കട്ട് ചെയ്യുന്നേ ഇല്ല, മസിലിനെ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് ഇത് ഡയലേറ്റ് ചെയ്തുകൊണ്ട് മെഷീൻ ഇൻസ്ട്രുമെൻറ്റ്സ് അകത്തോട്ട് കയറ്റിവിട്ട് ഇതുപോലത്തെ ഹൈ ക്ലാരിറ്റി 4K ക്യാമറകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, എൻഡോസ്കോപ്പ്. അതിലൂടെ നമുക്ക് സർജറി ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. ഈ എൻഡോസ്കോപ്പിയിലൂടെ ചെയ്യാൻ പറ്റുന്ന രോഗികൾ എന്ന് വെച്ചാൽ ഏതൊക്കെ രോഗങ്ങളാണ് ഏറ്റവും ഐഡിയലായിട്ട് ഈ എൻഡോസ്കോപ്പിയിലൂടെ നമുക്ക് സർജറി ചെയ്യാൻ പറ്റുക? നമുക്കിന്ന് കാണപ്പെടുന്ന മിക്ക അസുഖങ്ങൾക്കും നടുവേദന, കാലോട്ടിറങ്ങുന്ന സയാറ്റിക്ക പോലുള്ള വേദനകൾ, ഡിസ്കിൻ്റെ ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ ഡിസ്ക് അകൽച്ചകൾ, പിന്നെ ഇൻഫെക്ഷൻസ്, പഴുപ്പുകൾ, ഇത്രയും കണ്ടീഷൻസിന് സ്പൈൻ എൻഡോസ്കോപ്പി ചെയ്യുന്നത് വളരെ ഫലപ്രദമാണ്. വളരെ അപൂർവമായിട്ട് കാണപ്പെടുന്ന ഡിഫോമിറ്റീസ്, നട്ടലിൽ നിന്ന് വളവുകൾ, ട്യൂമർ, ഇതുപോലത്തെ അവസ്ഥയിലോട്ട് എൻഡോസ്കോപ്പിയിൽ നിന്ന് അഡ്വാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഡോക്ടർ, നിങ്ങൾ പറഞ്ഞല്ലോ സാധാരണഗതിയിൽ നടുവേദനയ്ക്ക് കുറേ കാലമായിട്ടുള്ള നടുവേദന, അത് എപ്പോഴാണ് സത്യത്തിൽ സർജറി ഒരു ഡോക്ടർ അഡ്വൈസ് ചെയ്യുക? നമ്മുടെ നടുവേദന എല്ലാ വേദനകൾക്കും ഒരിക്കലും സർജറി ആവശ്യമില്ല, അതൊരു തെറ്റിദ്ധാരണയാണ്. പലപ്പോഴും ആളുകൾ ഡോക്ടറെ അടുത്ത് പോകാൻ മടിക്കുന്നത് തന്നെ അതാണ്. സർജൻ്റെ അടുത്ത് ചെന്നാൽ സർജറി പറയുന്നുള്ളൊരു ഭയമുണ്ട്. അപ്പോൾ നമ്മൾ വേദനയെ ആദ്യം അസസ് ചെയ്തിട്ട് എന്തുകൊണ്ട് ആ വേദന ഉണ്ടാകുന്നു, അത് പല കാരണം കൊണ്ടാവാം. ചിലപ്പോൾ മസിൽ വീക്ക്നെസ് ആവാം, ഇംപ്രോപ്പർ പോസ്ചർ കൊണ്ടാവാം. അതൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്യാവുന്നതാണ് ഫിസിയോതെറാപ്പിയിലൂടെയും പ്രോപ്പറായിട്ടുള്ള എക്സസൈസ്, ഇഞ്ചെക്ഷൻസ്, ഇതെല്ലാം ഫെയിൽ ആകുമ്പോഴാണ് നമ്മൾ ഒരാളോട് സർജറി അഡ്വൈസ് ചെയ്യുന്നത്. ഈ എൻഡോസ്കോപ്പിക് സ്പൈൻ സർജറി അല്ലെങ്കിൽ നട്ടെല്ലിന് എങ്ങനെയാണ് എൻഡോസ്കോപ്പിലൂടെ സർജറി ചെയ്യുക ഒന്ന് വിശദീകരിക്കാമോ? ഞാൻ വളരെ സിമ്പിളായിട്ടൊന്ന് പറയാൻ ശ്രമിക്കാം. നമ്മൾ ആദ്യം പേഷ്യൻറ്റിൻ്റെ അനസ്തേഷ്യ, 2 രീതിയിൽ അനസ്തേഷ്യ കൊടുക്കാം. ജനറൽ അനസ്തേഷ്യ പൂർണ്ണമായിട്ട് മയക്കിയിട്ടും ചെയ്യാം. ചില പേഷ്യൻസുകൾ നമുക്ക് മയക്കാതെ അവിടെ മാത്രം ധരിപ്പിച്ചിട്ട് ലോക്കൽ അനസ്തേഷ്യയിലും സർജറി ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു മുറിവാണ്, പറഞ്ഞ പോലെ ഒരു 1 സെൻറ്റിമീറ്റർ താഴെയുള്ളൊരു മുറിവ് ഉണ്ടാക്കിയിട്ട് അതിലോട്ട് നമ്മൾ ഇടുന്ന ഇതിൻ്റെ പേരാണ് ഡയലേറ്റർ. നമ്മളെ മസിലിനെ ഒരിക്കലും ഇത് കട്ട് ചെയ്യുന്നില്ല, മസിലിനെ ജസ്റ്റ് ഡയലേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ ട്യൂബ് അകത്തോട്ട് ഇൻസേർട്ട് ചെയ്യുന്നു. അതിന് പുറമെ നമുക്കിതിൻ്റെ ഷീത്ത് ഉണ്ട്. ഷീത്ത് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഉള്ളത് നമ്മുടെ ക്യാമറയാണ്. നമ്മൾ ക്യാമറ അകത്തെത്തി കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിൻ്റെ ടിപ്പിൽ ഹൈ ക്വാളിറ്റി 4K ലെൻസ് ഉണ്ട്, 4K ക്യാമറ വിത്ത് ലെൻസാണ്. അതിലോട്ട് നമ്മുടെ മോണിറ്റർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അനാട്ടമി, അതായത് നമ്മുടെ ഞരമ്പുകളെയും ഡിസ്കുകളെയും വളരെ 20 ഇരട്ടി വലുപ്പത്തിൽ, 20 to 30 ടൈംസ് വലുപ്പത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇഞ്ചുറി ചാൻസസ് വളരെ കുറവാണ്. നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ്സ് വളരെ സേഫ് ആയതുകൊണ്ട് തന്നെ സാധാരണ സർജറിയിൽ ഉണ്ടാകുന്നതിലേറെ ഇഞ്ചുറി ചാൻസസ് ഇതിൽ കുറവാണ്. ചുരുക്കി പറഞ്ഞാൽ മുറിവ് ഈ വലിപ്പേ ഉണ്ടാവുള്ളൂ, അത്രേ ഉള്ളൂ. ഈ സർജറിയുടെ സ്പേസ് ഇത്ര മാത്രമേ ഉണ്ടാവൂ, അത്രേ ഉള്ളൂ. ഇത് ഈ ഒരു സ്ലീവിൻ്റെ ഒരു സൈസ് മാത്രമായിരുന്നു. ഒരു 0.8 mm സ്ലീവാണ്. പിന്നെ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം വളരെ ഹൈ ക്വാളിറ്റി ഇമ്പോർട്ടഡ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ഇത് മൈക്രോ ഡ്രിൽ എന്ന് പറയും, നമ്മുടെ എല്ലിനെ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡ്രില്ലാണിത്. അതുപോലെ തന്നെ ഇതുപോലെ കട്ടേഴ്സ് ഉണ്ട്. ഇതെല്ലാം വളരെ പ്രസിഷനുള്ള ഇമ്പോർട്ടഡ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ഈ എൻഡോസ്കോപ്പിക് സ്പൈൻ സർജറി അത് എത്ര സമയം എടുത്തിട്ടാണ് സാധാരണ ചെയ്യാറ്? നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന കണ്ടീഷൻ്റെയും പേഷ്യൻ്റ് അനുസരിച്ചാണ് ഓരോ സർജറിയുടെ ലെങ്ത് പറയുന്നത്. നമ്മൾ 20 മിനിറ്റ് കൊണ്ട് ഫിനിഷ് ചെയ്തിട്ടുള്ള സർജറി ഉണ്ട്, അതുപോലെ 1 മണിക്കൂർ വരെ എടുത്തിട്ടുള്ള സർജറി ഉണ്ട്. ഇപ്പോൾ ആവറേജ് പറയുകയാണെങ്കിൽ ഒരു മണിക്കൂർ കൂട്ടാം ഏകദേശം. നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന കണ്ടീഷൻ അനുസരിച്ചിരിക്കും. യൂഷ്വലി നമുക്ക് 20 മിനിറ്റ്സ് കൊണ്ട് കഴിഞ്ഞിട്ടുള്ള സർജറികളുണ്ട്. ഒരു ആവറേജ് പറയുകയാണെങ്കിൽ ഒരു 1 അവർ കൊണ്ട് ചെയ്യാവുന്ന സർജറിയാണ്. ഈ നട്ടെല്ലിൻ്റെ ശസ്ത്രക്രിയ അല്ലെങ്കിൽ സ്പൈൻ സർജറി ഒരു ചെറിയ ദ്വാരത്തിലൂടെ ചെയ്യുന്നത് ഇത് ഇത്ര സേഫാണോ എന്ന് പലർക്കും തോന്നാറുണ്ട്. എന്താ ഡോക്ടറുടെ അഭിപ്രായം? ഇത് സ്വാഭാവികമായിട്ടും ആളുകൾക്കുള്ള ഒരു സംശയമാണ്, നട്ടെല്ലിൻ്റെ സർജറി ചെയ്ത് കഴിഞ്ഞാൽ കിടന്നു പോകുക എന്നുള്ളത്. പണ്ട് കാലം നമുക്കറിയാം, നമുക്ക് ഇത്രയും സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല, MRI ഉണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല.
എന്നാൽ ഇന്ന് MRI എടുത്തിട്ട് നമ്മൾ എവിടെയാണോ അസുഖം അവിടെ മാത്രമാണ് ട്രീറ്റ് ചെയ്യുന്നത്. മാത്രവുമല്ല ഇന്ന് ഇപ്പോൾ പറഞ്ഞതുപോലത്തെ നമുക്ക് ഹൈ ക്വാളിറ്റി ക്യാമറകളുണ്ട്, ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് ഇന്നത്തെ സ്പൈൻ സർജറി എന്നുള്ളത് വളരെ സേഫായിട്ട് ചെയ്യാവുന്ന ഒരു പ്രൊസീജിയറാണ്. സാധാരണ നട്ടെല്ലിൻ്റെ സർജറിയിൽ നിന്ന് എൻഡോസ്കോപ്പിക് സർജറി ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഫുൾ എൻഡോസ്കോപ്പിക് സ്പൈൻ സർജറി നമ്മൾ ഉണ്ടാക്കുന്ന നേരത്തെ പറഞ്ഞ പോലെ വളരെ ചെറിയൊരു മുറിവാണ്, ഒരു 1 സെൻറ്റിമീറ്റർ താഴെയുള്ള ഒരു മുറിവാണ്. അതുകൊണ്ട് തന്നെ പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം സർജറി കഴിഞ്ഞിട്ട് ഉടനെ തന്നെ എണീറ്റ് നടക്കാനും അടുത്ത ദിവസം തന്നെ നമുക്ക് പേഷ്യൻറ്റിനെ വീട്ടിലോട്ട് വിടാനും സാധിക്കുന്നുണ്ട്. മാത്രമല്ല സർജറിയുടെ സമയത്ത് ഉണ്ടാകുന്ന ബ്ലഡ് ലോസ് വളരെ കുറവാണ്. നമുക്ക് സർജറിക്ക് ശേഷം ഒരിക്കലും ഒരു എൻഡോസ്കോപ്പിയിൽ ബ്ലഡ് കയറ്റേണ്ടതായിട്ടുള്ളൊരു അവസ്ഥയില്ല. പിന്നീടുള്ളത് റിക്കവറിയാണ്. നമ്മളിപ്പോൾ സാധാരണ സ്പൈൻ സർജറി ചെയ്ത് കഴിഞ്ഞാൽ പേഷ്യൻ്റ് ഒരു 1 മന്ത് എടുക്കുമായിരുന്നു നോർമൽ ലൈഫിലോട്ട് വരാൻ. എൻഡോസ്കോപ്പിയിൽ നമുക്കത് നെക്സ്റ്റ് 2 വീക്സ് കൊണ്ട് തന്നെ ആളുകളെ പഴയ ജോലിയിലോട്ടൊക്കെ തിരിച്ചുവിടാൻ സാധിക്കാറുണ്ട്. നട്ടെല്ലിൻ്റെ സർജറി എന്ന് പറയുമ്പോൾ അത് പ്രൈസ് കൂടുതലാണെന്ന് പറയാറുണ്ട്. സാധാരണഗതിയിലുള്ള ഓപ്പറേഷനും ഇതും ആ പ്രൈസിൽ വലിയ വ്യത്യാസങ്ങളുണ്ടോ? നമുക്കറിയാം ഇതൊരു ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ച് ചെയ്യുന്നൊരു സർജറിയാണ്. സ്വാഭാവികമായിട്ടും അതിൻ്റേതായിട്ടുള്ളൊരു കോസ്റ്റ് ഉണ്ട്. എങ്കിൽ കൂടി നമുക്കതിൻ്റെ ഒരു ബെനിഫിറ്റ് വരുന്നത് എന്താ വെച്ചാൽ പേഷ്യൻറ്റിന് സർജറി കഴിഞ്ഞിട്ട് നമുക്കധികം മെഡിസിൻസ് ആവശ്യമില്ല, പെയിൻ കില്ലേഴ്സ് ആവശ്യമില്ല. പെട്ടെന്ന് പേഷ്യൻറ്റിനെ ഡിസ്ചാർജ് ചെയ്ത് അവരുടെ നോർമൽ ലൈഫിലോട്ട് വിടാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ടോട്ടൽ കോസ്റ്റ് നോക്കുമ്പോൾ ഏകദേശം ഒരു കമ്പയറബിൾ ആണ് എൻഡോസ്കോപ്പിയും ഓപ്പൺ. എന്ന് വെച്ചാൽ ചില രോഗികളെ സർജറി ചെയ്ത് അന്ന് തന്നെ വീട്ടിലേക്ക് പറഞ്ഞേക്കാൻ പറ്റും. ചില പേഷ്യൻസിന് മൾട്ടിപ്പിൾ ഡിസീസ് ഉള്ളവർക്ക് വേണമെങ്കിൽ 1-2 ദിവസം അധികം കിടത്തേണ്ടി വന്നേക്കാം. സ്വാഭാവികമായിട്ടും ഒരു ദിവസം കൊണ്ട് തന്നെ നമ്മൾ പേഷ്യൻസിനെ എല്ലാവരെയും വീട്ടിലോട്ട് വിടാറുണ്ട്. കുറേ കാലമായിട്ടുള്ള നടുവേദനയും കൊണ്ടിട്ട് വരുന്ന രോഗികൾക്ക് നിങ്ങൾക്ക് കൊടുക്കാനുള്ള ഉപദേശം എന്താ? കൃത്യവും ശാസ്ത്രീയവുമായ രോഗനിർണയം നടത്തുക. എല്ലാ നടുവേദനകൾക്കും സർജറി ആവശ്യമായി വരില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഫിസിയോതെറാപ്പി, ഇഞ്ചെക്ഷൻസ് പോലുള്ള ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ് ഉണ്ട്. എന്നാൽ സർജറി ആവശ്യമായ ഘട്ടങ്ങളിൽ ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല ടെക്നോളജി നമ്മൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ ഡോക്ടർ നസീഫ്, താങ്ക് യു.